ഹിന്ദുസ്ഥാൻ മാത്രമല്ല ലോകം മുഴുവൻ മുസ്ലിങ്ങളുടേതാണെന്നും ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ദിവസം ഉണ്ടാകുമെന്നും ഒരു തീവ്ര ഇസ്ലാമികവാദി പറയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ ഓൾഡ് ഡൽഹി പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു മടങ്ങുന്ന വ്യക്തിയുടെ പ്രതികരണം തീവ്ര ഇസ്ലാമിക രാഷ്ട്രവാദികളുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നതാണ്. काला पट्टी हमने इसलिए बांधा है, हम उस बिल का विरोध करते हैं जो हमारे आबो अजदाद की दी हुई जमीनें हैं, वक्फ बोर्ड की मसाजिदें हैं, कब्रिस्तान हैं और दरगाह हैं, उन सब को ये सब वो हड़पना चाहते हैं। कहते हैं कि जी हिंदुस्तान हमारा है। अरे हिंदुस्तान नहीं, पूरी दुनिया मुसलमान की है। सबसे पहले आने वाली शख्सियत, आप चार किताबें आसमानी, उन चारों किताबों के अंदर इसका जिक्र है। दुनिया के अंदर जो सबसे पहले आए आदम अलैहिस्सलाम ले आए, सबसे पहले आदम अलैहिस्सलाम आए, जिनको हम अपना बाप मानते हैं, जिनकी सारी नस्लें हैं, वो हमारे सबसे पहले पैगंबर हैं। अरे ये आधा हिंदुस्तान नहीं, पूरा हिंदुस्तान हमारा है। सरासर इल्जामात लगाते हैं कि जी मुसलमान पत्थरबाज है, मुसलमानों ने ये करा। मुसलमान कर क्या रहा? मुसलमान तो कुछ कर ही नहीं रहा, अभी तो ये कुछ कर ही नहीं रहा। लेकिन हाँ, ये बात सच है, जिस दिन ये जाग गया, जिस दिन ये इसके अंदर का ईमान जोश मार गया, फिर इसका तख्ता ही पलटा जाएगा. വാർത്തയുടെ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. നന്ദൻ, എത്രയോ തീവ്രമാണ് ഈ ഇസ്ലാമികവാദിയുടെ വാക്കുകൾ എന്ന് നോക്കൂ. 2047 ഇന്ത്യ ഭാരതം ഇതുപോലെ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ജിഹാദി കൂട്ടങ്ങൾ അങ്ങനെ ഒരു ഭയവുമില്ലാതെ ഇങ്ങനെ പുറത്തു വന്ന് കാര്യങ്ങൾ പറയുകയാണ്. ഇയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലിമ, വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാൻ കൈകളിൽ കറുത്ത ബാൻഡുകൾ കെട്ടി പള്ളിയിൽ എത്തണമെന്നായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ആഹ്വാനം. അതനുസരിച്ച് രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഈ മുസ്ലിം പള്ളികളിൽ നടന്ന നിസ്കാരത്തിനിടെ അവിടെ എത്തിയ ഈ മുസ്ലിങ്ങൾ അവരുടെ കൈകളിൽ കറുത്ത ബാൻഡുകൾ ധരിച്ച് വഖഫിനെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ ഓൾഡ് ഡൽഹി എന്ന് പറഞ്ഞ സ്ഥലത്തെ ജുമാ മസ്ജിദ് സ്ട്രീറ്റ് വളരെ പ്രശസ്തമാണ്. അവിടുത്തെ മുസ്ലിം പള്ളിയിൽ നിസ്കരിച്ച് മടങ്ങിയ ഒരു തീവ്ര ഇസ്ലാമിക രാഷ്ട്രവാദി നൽകിയ പ്രതികരണം, അതും ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. അതിൽ അയാൾ വ്യക്തമാക്കുന്നത് ലോകം മുഴുവൻ മുസ്ലിങ്ങളുടേതാണ്, അത് ഹിന്ദുസ്ഥാൻ മാത്രമല്ല, ഹിന്ദുസ്ഥാൻ അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇവിടെ ഖബറുകളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, അങ്ങനെ ഈ ഭാരതം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ ഇത് ഇസ്ലാമിക രാഷ്ട്രമാക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ ഇപ്പോൾ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. എന്നാൽ ഒരു ദിവസം ഉണ്ടാകും, ആ ഒരു ദിവസം മുസ്ലിങ്ങൾ വളരെ ആവേശത്തോടു കൂടി ഇത് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പ്രവർത്തിക്കും, അതിനുവേണ്ടി പ്രയത്നിക്കും എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ അതിന് ചുറ്റിനും നിൽക്കുന്ന കൊച്ചു കുട്ടികളടക്കമുള്ളവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, തക്ബീർ മുഴക്കുന്നുണ്ട്. കുട്ടികൾ സഹിതം അതിനെ അള്ളാഹുവിനെ വാഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ദിവസം ഉണ്ടാകുമെന്നും ഒരു തീവ്ര ഇസ്ലാമികവാദി പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഈ വ്യക്തി ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വന്നേക്കും. നന്ദനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.